Hello and welcome back. In the previous video, we saw some elements of Python programming. ബാക്കിയുള്ള elements നമ്മൾ ഈ ഒരു വീഡിയോയിൽ cover ചെയ്യുന്നതായിരിക്കും. Firstly, identifiers. Identifiers എന്ന് വെച്ചാൽ they're basically names that are used to identify your variables or your objects. ഏതൊരു ഫംഗ്ഷനോ അല്ലെങ്കിൽ ക്ലാസ്സിനോ ഒരു മോഡ്യൂളിനോ നിങ്ങൾ കൊടുക്കുന്ന ഒരു പേരാണ് identifier. Over the program, this value or this name will be used to refer to these objects. Generally, an identifier will start with either a letter or an underscore. Either it can be capital A to Z, small a to Z, or an underscore character. The first character has to be one of these. That കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റ് numbers ഇടാം or underscores or other letters. പക്ഷേ ഒരു കാരണവശാലും മറ്റൊരു പങ്ക്ച്വേഷൻ മാർക്ക് നിങ്ങളുടെ ഐഡന്റിഫയറിന്റെ പേരിൽ വരാൻ പാടില്ല. ഫോർ എക്സാമ്പിൾ യുവർ #, യുവർ പൗണ്ട് സിമ്പിൾ or ഡോളർ സിമ്പിൾ അങ്ങനത്തെ ഒരു സിമ്പിൾസും പങ്ക്ച്വേഷൻ മാർക്സും നിങ്ങളുടെ ഐഡന്റിഫയർ നെയിംസിൽ വരാൻ പാടില്ല. സെക്കൻഡ് തിങ് ഇസ് ദാറ്റ് പൈത്തൺ ഇസ് എ കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അതായത് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുന്ന പേരും സ്മോൾ ലെറ്റേഴ്സിൽ എഴുതുന്ന പേരും രണ്ടും രണ്ട് പേരുകളായിട്ടാണ് പൈത്തൺ കണക്കാക്കുക. ഫോർ എക്സാമ്പിൾ നിങ്ങൾ മാൻ പവർ എന്നുള്ളൊരു ഐഡന്റിഫയർ ഡിക്ലെയർ ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യത്തെ കേസിൽ നിങ്ങൾ മാൻ പവർ ക്യാപിറ്റൽ ആയിട്ടും രണ്ടാമത്തേതിൽ സ്മോൾ ആയിട്ടും എഴുതുകയാണെങ്കിൽ they will be considered as two different variable names. Next we have the reserved keywords. Reserved words or keywords are basically words that are assigned special meaning in Python. നിങ്ങൾ ഈ ഒരു ഡയഗ്രാമിൽ നോക്കുകയാണെങ്കിൽ you have a set of reserved words. Finally, and, assert, execute, അല്ലെങ്കിൽ for, not, break, etc. These are words that have special meaning in a Python program. അതുകൊണ്ട് തന്നെ ഈ വേർഡ്സ് ഒന്നും നിങ്ങൾക്ക് ഒരു ഐഡന്റിഫയർ നെയിം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. ആൻഡ് പൈത്തണിൽ all your keywords are lower case. Next are the naming conventions. നമ്മൾ ഒരു ഐഡന്റിഫയറിന് പേര് കൊടുക്കുമ്പോൾ അതിന്റെ ഫോർമാറ്റ് എങ്ങനെയായിരിക്കണം എന്ന് ഡിഫൈൻ ചെയ്യുന്നതാണ് നിങ്ങളുടെ നെയിമിംഗ് കൺവെൻഷൻസ്. ഫസ്റ്റ് കേസ് ഇസ് ഇഫ് യുവർ ക്ലാസ് നെയിം. അതായത് നിങ്ങളൊരു ക്ലാസ്സിന്റെ പേര് കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് ഷുഡ് ഓൾവേസ് സ്റ്റാർട്ട് വിത്ത് എ ക്യാപിറ്റൽ ലെറ്റർ. ആദ്യത്തെ ലെറ്റർ ക്യാപിറ്റൽ ആയിട്ടും മറ്റുള്ളത് ലോവർ കേസ് ആയിട്ടും നിങ്ങൾക്ക് ഡിഫൈൻ ചെയ്യാം. ഇനി ക്ലാസ്സസ് അല്ലാത്ത വേറെ ഏതെങ്കിലും ഐഡന്റിഫയേഴ്സ് ആണെങ്കിൽ they will generally be all lower case letters. Identifiers that have a single underscore in the beginning, for example underscore value, those type of identifiers are considered to be private. അതുപോലെ രണ്ട് അണ്ടർസ്കോർസ് വരുന്ന identifiers, for example underscore init, those are considered to be strongly private. അതുപോലെ they have a special kind of identifiers that have two underscores at the beginning and in the ending, for example underscore main underscore. Those type of identifiers are language defined special names. അങ്ങനെയുള്ള names have a special meaning to the Python program. ഇങ്ങനെയുള്ള പല ഐഡന്റിഫയേഴ്സിന്റെയും ഉപയോഗവും അതിന്റെ ഫോർമാറ്റ് നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. Next there is the named constants. ഒരു ഐഡന്റിഫയർ can either be a variable or a constant. ഒരു വേരിയബിൾ ആണെങ്കിൽ over the course of the program അതിന്റെ വാല്യൂ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. For example a student's age or marks. നിങ്ങൾ ഒരു പ്രോഗ്രാം ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ over the program ആ സ്റ്റുഡന്റിന്റെ മാർക്സോ ഗ്രേഡോ ചിലപ്പോൾ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കും. On the other hand, if you take a constant, for example, for a student in a name, throughout the program, our student's name will remain constant. അതായത് അതിലൊരു ചേഞ്ചും വരുന്നില്ല. പൈത്തണിൽ കോൺസ്റ്റൻസ് ഡിഫൈൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഒരു ഫോർമാറ്റോ ഒരു പ്രൊസീജിയറോ ഇല്ല. ബട്ട് ടു മേക്ക് ഷുവർ ദാറ്റ് യു അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഇസ് എ കോൺസ്റ്റന്റ്, പ്രോഗ്രാം വായിക്കുന്ന ആൾക്കാർക്ക് കോൺസ്റ്റൻസിനെ തിരിച്ചറിയാൻ വേണ്ടി മാത്രം പൈത്തൺ ഫോളോസ് എ കൺവെൻഷൻ വെയർ കോൺസ്റ്റൻസ് ഹാവ് എ ക്യാപിറ്റൽ ലെറ്റർ. അതായത് പൈത്തൺ പ്രോഗ്രാംസിൽ constants are defined with all uppercase characters. ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വേരിയബിൾ ഉണ്ട് called radius and ഒരു കോൺസ്റ്റന്റ് ഉണ്ട് called pi. റേഡിയസിന്റെ വാല്യൂ may change over the program, പക്ഷെ pi is always 3.14159. അതുകൊണ്ട് തന്നെ പൈന്റെ ഒരു പേര് is always all caps. ഈ പ്രോഗ്രാം നോക്കുകയാണെങ്കിൽ മറ്റുള്ള വേരിയബിൾസ് are basically area and circumference. ഈ വാല്യൂസ് ഒക്കെ ചിലപ്പോൾ ഈ പ്രോഗ്രാമിന്റെ duration change ആവാം, but pi always remains constant. I hope you understood the basic elements of Python programming. Thank you.